ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി നമ്മൾ സോളോ ഡേറ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തിനാണ് ഞാനിവിടെ വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് ഡ്രസ്സിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ പോയത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ നേരെ ഫ്രണ്ടിൽ നോക്കിയപ്പം DQ കണ്ടു കേട്ടോ. നമ്മുടെ ദുൽഖർ സൽമാൻ്റെ കടയൊന്നും അല്ല, ഇത് ഡയറി ക്യൂ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. മെയിനായിട്ട് ഇവിടെ ഐസ്ക്രീംസ്, ഷേക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ബട്ട് അതാണ് അവരുടെ മെയിൻ സംഭവം. അപ്പം ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തത് സാധാ ഒരു കോൺ ഐസ്ക്രീമാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. ഇത് ലൈക്ക് നമ്മുടെ മക്ഡൊണാൾഡ്സിൽ ഒരു വൈറ്റ് കളറുള്ള ഒരു ചെറിയൊരു കോൺ ഐസ്ക്രീം കിട്ടത്തില്ലേ, ആ ഒരു സെയിം ടേസ്റ്റാണ്. ഇത് ജസ്റ്റ് ചോക്ലേറ്റ് കോട്ടിംഗ് ഉണ്ടെന്ന് മാത്രം. അവിടെ നിന്ന് അടുത്തത് വെച്ച് പിടിച്ചത് നേരെ ഇൻഗ്രാം പാർക്ക് മാളിലേക്കാണ്. ഇൻഗ്രാം പാർക്ക് മാൾ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ ജസ്റ്റ് അടുത്തുള്ള ഒരു മാളാണ്. ചെറിയൊരു മാള് കേട്ടോ, അതായത് നമ്മുടെ ലുലു മോളിൻ്റെ പകുതി എന്നൊക്കെ പറയാം. ഇത് സാൻ ആൻ്റോണിയോ ടൗണിൽ തന്നെയുള്ളൊരു മാള് തന്നെയാണ്. ആക്ച്വലി എനിക്ക് ഈ ടൗണിലുള്ള പോസ്റ്റ് ഓഫീസിൽ വന്നാൽ മതിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പെട്ടെന്നാണല്ലോ ഇങ്ങനെ ഒരു പ്ലാനൊക്കെ തലയിൽ വരുന്നത്. എന്നാണല്ലോ ഒന്നും ചെയ്യാനില്ല, എന്നാൽ പിന്നെ മാളിൽ പോയേക്കാന്ന് വിചാരിച്ച് പെട്ടെന്ന് വന്നതാണ്. ഇവിടെ സാധാരണ ഞാൻ വരുന്നത് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ത്രെഡ് ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ ഓർത്ത് സെൽഫ് കെയർ കൊടുത്തിട്ട് കുറേ നാളെ, അപ്പം മുഖമൊക്കെ അങ്ങ് ഫേഷ്യൽ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഫേഷ്യൽ ചെയ്തൊരു കുറച്ച് സമയം അങ്ങ് പോയി കിട്ടുമല്ലോ. ഒരു 45 മണിക്കൂർ എടുത്ത് 45 മിനിറ്റ് എടുത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖം നോക്കി കഴിഞ്ഞ് എന്തൊരു ഗ്ലോയിങ് ആണ്, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഭയങ്കര വ്യത്യാസമായിരുന്നു. പിന്നെ ഈ ഫേഷ്യലൊക്കെ ചെയ്യുന്നത് നമ്മുടെ പാകിസ്ഥാനി ഇന്ത്യൻ ചേച്ചിമാരാണ്. ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഫേഷ്യൽ ചെയ്യുന്നത്. യൂഷ്വലി ഞാൻ ഇവിടെ ഒന്നും ഒരു ഹെയർ കട്ടിങ്ങോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാറില്ലാത്തതാണ്. ജസ്റ്റ് ഇന്ത്യൻ പാകിസ്ഥാനി ആയതുകൊണ്ട് മാത്രമാണ് ത്രെഡിങ് ചെയ്യുന്നത്. എനിക്ക് എന്തോ ഇവിടുത്തെ ഒന്നും ഇഷ്ടമല്ല ഇങ്ങനെയുള്ള എൻ്റെ, അതായത് നമ്മുടെ സെൽഫ് കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പം ഞാനൊരു ഫുഡ് കോർട്ട് കണ്ട് അവിടെ കയറി ഞാൻ ചാൾസ് ഫില്ലി സ്റ്റേക്സിൻ്റെ ചിക്കൻ കാലിഫോർണിയ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഓർഡർ ചെയ്തു. ഇവരെന്ന് പറഞ്ഞാൽ അമേരിക്കൻ റെസ്റ്റോറൻ്റാണ്, ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്, ഒരു ചെയിനാണ്. നല്ല അടിപൊളി സാധനം, എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാൻ ഇതിന് മുന്നേ പലവട്ടം ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ JC Penney കയറിയിട്ട് ഞാൻ എന്തോ ഒരു സാധനം വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അത് ഓർക്കണ പോലുമില്ല എന്താ സാധനം വാങ്ങിച്ചതെന്ന്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്താ ഞാൻ വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് അറ്റ് ഹോം എന്ന് പറഞ്ഞ കട, ഹോം ഡെക്കറിൻ്റെ ഒരു സൂപ്പർ സ്റ്റോറാണ്. അപ്പം ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഒരു വീട്ടിൻ്റെ അകത്ത് വേണ്ട സാധനങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വീടൊന്നും പോരാതെ വരും. അതേപോലെ സാധനങ്ങളാണ്. ഇതൊക്കെ വല്ലതും മേടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ വേറെ വീടോടെ മേടിക്കേണ്ടി വരും. ഞാൻ ആക്ച്വലി ഒരു 6 മണി ഒരു ടൈമിൽ ഞാൻ ആ കട കയറിയിട്ട് ആ കട അടയ്ക്കാറായപ്പം ഗൈസ് ഒരു 9:30 ആയപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. അതുപോലെ കാണാനുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ടിരുന്ന് കാണുമായിരുന്നു. കണ്ട് നടക്കുക മാത്രമല്ലായിരുന്നു, ഞാൻ കുറേ സാധനം വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ, എനിക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കുകയും ചെയ്തായിരുന്നു. ഹാലോവിൻ സീസൺ അടുക്കാറായെന്ന് എനിക്കിത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ദേ കണ്ടില്ലേ, ഓളുടെ ഭൂതഭേദ വിശ്വാസികൾ അസ്ഥികൂടവും പ്രേതവും ഭൂതവും വിശ്വാസവും ക്രിസ്മസ് ട്രീ വരെ ഇപ്പോൾ ഓൾറെഡി ആയി. എന്താ അല്ലേ, ബാക്കിയുള്ള കർത്താവിൻ്റെ രൂപം അന്വേഷിച്ചിട്ട് എത്ര നാളെ നടക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ. ഇവിടെ ഒരു കടയിൽ നിന്ന് ഞാനത് കണ്ടിട്ടില്ല. ഇനി നാട്ടിൽ നിന്ന് എങ്ങാനും വരുത്തിക്കണം. അപ്പോൾ ഗൈസ് അറ്റ് ഹോമിൽ നിന്ന് അവർ ഇറക്കി വിട്ട് അവർ കട ഇറക്കാൻ പോകുമെന്ന് പറഞ്ഞ് ദേ ലാസ്റ്റ് തെണ്ടിത്തിരിഞ്ഞ് കറങ്ങി നടന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി എൻ്റെ സോളോ ഡേറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ കാണാം. ബൈ.